കച്ചവടതന്ത്രമോ മാനസിക നില തകർന്നതോ അതിസാമർഥ്യത്തിൻ്റെ മികവോ, എന്തായാലും ലോകത്തുനിന്ന് എല്ലാ മനുഷ്യരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ് സാക്ഷാൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റുമാരെല്ലാം ഒത്തിരി പേർ മിതഭാഷികളാണ്, പറയുന്നത് ക്ലാരിറ്റിയോടെയാണ്, പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, പറയുന്ന കാര്യങ്ങളിൽ നിന്നും അമിത വ്യതിയാനം ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. എന്നാൽ ആ പ്രസിഡന്റുകളെ എല്ലാം തിരുത്തുകയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ്. എല്ലാ ദിവസവും ഇൻ്റർനാഷണൽ മീഡിയകളിലടക്കം ഒരു പരിഹാസ അലമ്പൻ കഥാപാത്രമായി അദ്ദേഹം മാറുന്നു എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കൊക്കെ എത്തിച്ചേർന്ന് കരാർ ഒപ്പിട്ട് ഞങ്ങളും ഇറാനും തമ്മിൽ വിപണനം നടത്തും എന്നൊക്കെ പറയുന്നൊരു തന്ത്രത്തിലേക്കെത്തി. ഇതിനിടയിലാണ് ഇറാൻ്റെ ഉപരോധമായി സൂക്ഷിച്ചിരുന്ന, തടഞ്ഞു വച്ചിരുന്ന പണം റിലീസ് ചെയ്യാൻ തുടങ്ങിയത്. ആ പണം കൂടാതെ ഒരുപാട് പണം അല്ലാതെ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സാങ്ഷൻസിൻ്റെ ഭാഗമായി വെച്ചിരുന്ന പണമാണ്. അത് റിലീസ് ചെയ്തപ്പോൾ ഇറാനോട് മച്ചമ്പി ആവശ്യപ്പെട്ടത്രേ ആ റിലീസ് ചെയ്യുന്ന കാശിനെല്ലാം സാധനങ്ങളായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണോ അത്രേ. ഞാനത് വായിച്ചപ്പോൾ എൻ്റെ ബാല്യകാലം ഓർത്തുപോയി. പണ്ട് വീട്ടിൽ പശുക്കളുണ്ടായിരുന്നു. ഈ പശുവിൻ്റെ പാല് നമ്മൾ ചായക്കടകളിൽ കൊണ്ടു കൊടുക്കും. അന്നൊക്കെ ഇപ്പോൾ ഈ മിൽമ ഒന്നും ഉണ്ടായിരുന്നില്ല. ചായക്കടയിൽ രാവിലെ കൊണ്ട് കൊടുത്താൽ വൈകിട്ട് കാശിന് പോകും. എൻ്റെ വീട്ടിലൊരു കുഞ്ഞമാമ എന്ന് പറയുന്ന ഞങ്ങളൊക്കെ സ്നേഹിച്ചിരുന്നൊരു വലിയ മാമയുണ്ടായിരുന്നു. അപ്പോൾ ആ മാമയാണ് ഇതൊക്കെ കൊണ്ട് കൊടുക്കുന്നത്, ഞങ്ങൾ മാമയുടെ കൂടെ പോയി വാങ്ങുന്നത്. അപ്പോൾ ചെറുപ്പമാണ്, കുഞ്ഞമാമ അങ്ങ് ചെല്ലാൻ പറയും, നമ്മൾ ഓടി ചെല്ലും. ഞാനും ഇക്കയും ഒക്കെ മത്സരിക്കും ഈ ചായക്കടയിൽ പോകാൻ. കാരണം അവിടെ ചെല്ലുമ്പോൾ ഒരു കേക്കൊക്കെ ഈ മാമ വാങ്ങിച്ചു തരും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്ഥിരമായി കേൾക്കുന്നൊരു കാര്യമാണ്, നാളെ മുതൽ പറ്റണം, പകുതി കാശിനെങ്കിലും പറ്റണം, ഇവിടെ കച്ചവടമൊന്നുമില്ല എന്ന് പറയും. ഇപ്പോൾ പാലിനൊക്കെ തീ വിലയാണ്, അന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ അന്ന് പാല് കൊണ്ടുപോകുന്നവൻ അവിടെ ഇരുന്ന് അവിടുത്തെ അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് വിറകൊക്കെ അടുപ്പിച്ചു കൊടുത്ത് പിന്നെ പാത്രമൊക്കെ ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴുകി വെച്ച് അങ്ങനെയാണ് കാശ് വാങ്ങിച്ചുകൊണ്ട് പോരുന്നത്. അപ്പോഴാണ് പറയുന്നത് പകുതി കാശിനെങ്കിലും പറ്റണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ കൊണ്ടുതരുന്ന സാധനത്തിൻ്റെ വില ഞങ്ങൾക്ക് തന്നെ കിട്ടണം എന്നുള്ളതാണ്. അങ്ങനെ ആവശ്യപ്പെട്ടത് ഇറാൻ നിരാകരിച്ചു. കാശിങ്ങോട്ട് തന്നാൽ മതി, അത് ഏത് രാജ്യത്തിന് എന്ത് ഇറക്കുമതി ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ട്രംപ് തെറ്റിയത്, അല്ലാതെ ആക്രമണമൊന്നുമല്ല. എന്നിട്ടാണ് അടി നടത്തിയത്. അപ്പോൾ ട്രംപ് വിചാരിച്ചത് ഇവർ അടിയെല്ലാം കഴിഞ്ഞ്, നമ്മൾ സാറിന് പറയത്തില്ലേ, ചില ഉമ്മമാർ വീട്ടിൽ പറയുമല്ലോ, ഇനി ഉള്ളത് തിന്ന്, പാത്രമെല്ലാം അടുക്കി അങ്ങ് കഴുകി വെച്ച് രാത്രി, ഇനി വേറെ ഉണ്ടാക്കാനൊന്നും വയ്യ എന്ന് പറയുന്നത് പോലെ ഇവർ വിചാരിച്ചു എല്ലാ സാധനവും കഴുകി പറക്കി അങ്ങ് അകത്ത് വെച്ചു, അടിച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചു. അടിച്ചപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. ആ തിരിച്ചടിച്ചപ്പോഴാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നാളെ ഖത്തറിലെ ദോഹയിൽ വെച്ച് സമാധാന ചർച്ച നടക്കുകയാണ്. ഇറാൻ കെഞ്ചി, നമ്മുടെ സാക്ഷാൽ അന്തരിച്ച സഖാവ് VS അച്യുതാനന്ദൻ്റെ ശൈലിയിൽ പറഞ്ഞാൽ ഇറാൻ കെഞ്ചി. പക്ഷേ ഇറാൻ മണിക്കൂറുകൾക്കകം പറഞ്ഞു, ഒരു കെഞ്ചലുമില്ല, ഒരു കൊഞ്ചലുമില്ല, അങ്ങനൊരു ചർച്ചയുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്, ഇയാൾ യഥാർത്ഥത്തിൽ കച്ചവടക്കാരനാണ്, എന്നാലും വട്ടനാണോ പൊട്ടനാണോ തന്ത്രശാലിയാണോ എക്സെൻട്രിക്കാണോ വല്ലാത്തൊരു ജന്മം.